ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ജനസംഖ്യാ ദിന ക്വിസാണ്. നമുക്കറിയാം ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. അപ്പോൾ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോക ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ ക്വസ്റ്റ്യനും നോക്കി മനസ്സിലാക്കി പഠിച്ചു പോവുക കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വരുന്നത് ജോൺ ഗ്രോണ്ട്. ജനസംഖ്യാ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ ഗ്രോണ്ട്. അടുത്തത് ലോക ജനസംഖ്യാ ദിനം തുടങ്ങിയ വർഷം. ലോക ജനസംഖ്യാ ദിനം തുടങ്ങിയ വർഷം ഏതാണ്? ഉത്തരം വരുന്നത് 1987 ജൂലൈ 11. അപ്പോൾ നമുക്കറിയാം ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇതേത് വർഷം മുതലാണ് തുടങ്ങിയത്? 1987 മുതലാണ് ഈ ഒരു ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വരുന്നത് ഡെമോഗ്രഫി. ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി എന്ന പേരിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം വരുന്നത് ഏഷ്യ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡമാണ് ഏഷ്യ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ്? ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ്? ഉത്തരം ഇതാണ് ആധാർ. അപ്പോൾ ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ്. ഓക്കെ. അടുത്തത് ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേരെന്ത്? ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേരെന്താണ്? ഉത്തരം നോക്കിക്കോളൂ, ആസ്ഥ. അപ്പോൾ ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേരാണ് ആസ്ഥ. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് വയനാട്. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? അപ്പോൾ കുറഞ്ഞ ജനസംഖ്യ ഉള്ള ജില്ലയാണ് വയനാട്. ഇനി കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം വരുന്നത് മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ല. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഏതാണ് ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ല? ഇടുക്കിയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള 3 രാജ്യങ്ങളുടെ പേര് ക്രമത്തിൽ പറയുക.
ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള 3 രാജ്യങ്ങളുടെ പേര് ക്രമത്തിൽ പറയുക. ഉത്തരം ഇന്ത്യ, ചൈന, അമേരിക്ക. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള 3 രാജ്യങ്ങളുടെ പേര് ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന, അമേരിക്ക എന്നിവ. അടുത്ത ചോദ്യം, ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്നത് ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്തത്, ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം സിക്കിം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ജനസംഖ്യ കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം വരുന്നത് ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. അടുത്ത ചോദ്യം, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം വരുന്നത് ലക്ഷദ്വീപാണ്. ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. 147 കോടിയാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 147 കോടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കുകൾ പ്രകാരം ചൈനയെ മറികടന്നാണ് ഇന്ത്യ 1-ാം സ്ഥാനത്ത് എത്തിയത്. അപ്പോൾ മുൻപ് ചൈനയായിരുന്നു ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഇപ്പോൾ ഇന്ത്യയാണ്. 147 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് വത്തിക്കാൻ സിറ്റിയാണ്. അപ്പോൾ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ രാജ്യം വത്തിക്കാൻ സിറ്റി. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 1881 ഇന്ത്യയൊട്ടാകെ സെൻസസ് നടന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? 1881 ഇന്ത്യയൊട്ടാകെ സെൻസസ് നടന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം വരുന്നത് റിപ്പൺ പ്രഭു. അപ്പോൾ 1881 ഇന്ത്യയൊട്ടാകെ സെൻസസ് നടന്നപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി റിപ്പൺ പ്രഭു ആയിരുന്നു. അടുത്തത്, സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല ആർക്കാണ്? സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല ആർക്കാണ്? ഉത്തരം രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഇവർക്കാണ് സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല. അടുത്തത്, ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് ഏത് രാജ്യമാണ്? ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് ഏത് രാജ്യമാണ്? ഉത്തരം റോമക്കാരാണ്. അപ്പോൾ ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമക്കാർ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ചോദ്യം തരാം. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉത്തരം അറിയാവുന്നവരെന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരും കൂടെ മറക്കാതെ ആഡ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ കമൻറ്റ് ചെയ്യണം.
ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. പോകുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.